സംസ്ഥാനത്ത് പുതിയ ഭരണം തീരുമാനിക്കാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. പോളിംഗ് പെർസെൻറ്റേജിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്നാൽ വീട്ടിൽ വോട്ട് ചെയ്തവർ, തപാൽ വോട്ട് ചെയ്തവർ, ഇതിൻ്റെ പൂർണ്ണമായ കണക്ക് ഇതേവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി പുറത്തേക്ക് വിട്ടിട്ടില്ല. അതവിടെ നിൽക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ, മുന്നണികളുടെ ഒക്കെ നേതൃതലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലുണ്ടായ ചേഞ്ച്. അങ്ങനെ ഒരു തലമുറ മാറ്റം വളരെ പ്രകടമായി തന്നെ ഉണ്ടാകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഈ UDFൻ്റെയും LDFൻ്റെയും നേതൃനിരയിൽ നിൽക്കുന്ന പാർട്ടികളുടെ കാര്യത്തിൽ ആ ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു സൂചന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. കേരളത്തിൽ അത്രത്തോളം പ്രസക്തമല്ലെങ്കിൽ കൂടിയും BJPയുടെ കാര്യത്തിലും ആ ലീഡർഷിപ്പ് ചേഞ്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് രാജീവ് ചന്ദ്രശേഖർ എന്നോ കെ സുരേന്ദ്രൻ എന്നോ കുമ്മനം രാജശേഖരൻ എന്നോ അല്ല. ഈ നേതൃനിരയെ മാറ്റിക്കൊണ്ട് പുതിയൊരു നേതൃനിര BJPയുടെയും NDAയുടെയും ലീഡർഷിപ്പിലേക്ക് വരുന്നുണ്ടോ എന്ന പ്രതീതി ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും നേതൃനിരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ഒന്നാമത്തെ കാര്യം, CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അവലോകനങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമായി M സ്വരാജ് വാർത്താസമ്മേളനം പതിവായി നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. MV ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനത്തെക്കുറിച്ചുള്ള പരാതികൾ ഉയരുകയും ആ വാർത്താസമ്മേളനത്തിലെ പുച്ഛഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന് G സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് പറയുകയും ചെയ്തതിന് ശേഷമാണ് M സ്വരാജ് സ്ഥിരമായി വാർത്താസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എന്നുള്ള കോൺഗ്രസ് നേതാവ് നേരത്തെ വടകരയിൽ മത്സരിക്കുമ്പോൾ മലബാർ മേഖലയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാൻ കേരള സ്വഭാവത്തിലേക്ക് ഷാഫി പറമ്പിലിൻ്റെ നേതൃപാടവം മാറുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഷീർ, ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. ഷാഫി പാലക്കാട് മത്സരിക്കുന്നു, പാലക്കാട് ജയിക്കുന്നു. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പാലക്കാട് വലിയൊരു മത്സരം E ശ്രീധരനുമായിട്ട് നടത്തി, അതിൽ ജയിക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് വടകരയിൽ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിലേക്ക് ഷാഫി നിയോഗിക്കപ്പെടുന്നു. വടകരയിലേക്ക് ഷാഫി വരുമ്പോൾ എതിർക്കാൻ നിൽക്കുന്നത് KK ശൈലജയാണെങ്കിൽ പോലും ഷാഫിക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു. ഷാഫി ഒരു മലബാർ മേഖലയിലെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ മുഖമായി മാറുന്നു എന്ന തോന്നലുണ്ടാകുന്നു. അത് മലബാറിൽ മാത്രമായി പരിമിതപ്പെടും എന്നുള്ളൊരു സിനാരിയോ ആണ് അന്നുണ്ടായിരുന്നെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോകളോ ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളോ സംഘടിപ്പിക്കാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മത്സരാർത്ഥികൾ വളരെ ഔത്സുക്യത്തോടുകൂടി രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അടൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ ഷാഫിയുടെ റോഡ് ഷോയ്ക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു കോൺഗ്രസ്സിലെ നമ്മൾ 2021 കണ്ട ലീഡർഷിപ്പ് ചേഞ്ചിനേക്കാൾ ഫാസ്റ്റായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ചേഞ്ച് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ സത്യത്തിൽ? ഞാനത് കോൺഗ്രസ്സിലെ മാത്രമായിട്ടല്ല കാണുന്നത്. കേരളത്തിൽ പൊതുവായി രാഷ്ട്രീയ പാർട്ടികളിൽ അക്രോസ് ദി സ്പെക്ട്രം ഒരു പുതിയ തലമുറ അവരുടെ സ്പേസ് പിടിച്ചെടുക്കുന്നതിൻ്റെ, ഒരു പക്ഷേ പുതിയ തലമുറ വോട്ടർമാർ അവരുടെ നേതൃരൂപങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇപ്പോൾ ഷാഫിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് വളരെ ഒബ്വിയസാണ്. ഷാഫി ആയിരുന്നു യഥാർത്ഥത്തിൽ UDFൻ്റെ ക്രൗഡ് പുള്ളർ. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ വളരെ കൃത്യമായും അതങ്ങനെയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിർത്തപ്പെട്ട ചില യുവ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ, PK ഫിറോസ്, കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു, ഈവൻ നോർത്തിലെ ജയന്ത്, ഇങ്ങനെ
ഒരു പുതു സ്ഥാനാർത്ഥി നിരയെ മുൻനിർത്തി ഷാഫിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിൽ ക്യാമ്പയിൻ നടന്നത്. പക്ഷേ അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമായിരുന്നില്ല. 70-ലധികം മണ്ഡലങ്ങളിൽ ഷാഫി 20 ദിവസം കൊണ്ട് പ്രചാരണം നടത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കണക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 മണ്ഡലങ്ങളിൽ പോയി റോഡ് ഷോ നടത്തേണ്ട സാഹചര്യമുണ്ടായി. രാവിലെ ഒരിടത്ത്, ഉച്ചയ്ക്ക് ഒരിടത്ത്, വൈകുന്നേരം മറ്റൊരിടത്ത് എന്ന വിധത്തിൽ. ഒരുപക്ഷെ നാഷണൽ ലീഡേഴ്സിന് മാത്രം ആണ് ഇതിനു മുമ്പ്, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ മാത്രമാണ് അത്രയും ഹെക്റ്റിക്കായ ഒരു ഷെഡ്യൂൾ വെച്ച് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. ആ വിധത്തിൽ ഷാഫി എല്ലായിടത്തും വാണ്ടഡായ അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു നേതാവായി മാറി എന്ന് വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഓരോ മുന്നണിക്കും ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടാവും, ഒന്നോ ഒന്നിലധികമോ ഉണ്ടാകും. ഇപ്പോൾ 2016 നമ്മൾ കണ്ട കാഴ്ച, കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററിൽ സ്ഥാനാർത്ഥികളോടൊപ്പം VS അച്യുതാനന്ദൻ്റെ മുഖം ഉണ്ടായിരുന്നു. അത്തരമൊരു മുഖം നമ്മൾ ഇത്തവണ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ UDFൻ്റെ ഭാഗത്ത് ഷാഫി പറമ്പിൽ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവായി വളർന്നു വന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. അതിന് വടകരയിലെ ലോക്സഭയിലേക്ക് നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഷൈല ടീച്ചർക്കെതിരെയുള്ള വിജയമാണ് അതിൻ്റെ ഒരു ട്രിഗർ പോയിൻ്റ് ആയത്, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് ഷാഫിയെ വളർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുമപ്പുറത്ത് ഈ ഒരു മേഖലയിൽ നിന്ന്, മലബാറിൻ്റെ ഈ മേഖലയിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വരികയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും ഒരു പുതിയ നേതാവ് ഉയർന്നു വരികയാണ് എന്ന തോന്നൽ ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു ആരോഹണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഷാഫി നടത്തിയ റോഡ് ഷോയുടെ സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ കണക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് 70 ലക്ഷം പേര് ഷാഫിയുടെ റോഡ് ഷോയുടെ ക്ലിപ്പിങ്സ് പല പ്ലാറ്റ്ഫോമുകളിലായി കണ്ടു എന്നാണ്. 70 ലക്ഷം പേർ അക്രോസ് കേരള. 70 ലക്ഷം പേർ ഒരു ക്യാമ്പയിൻ്റെ മെറ്റീരിയൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് പറയുമ്പോൾ ആ വിധത്തിലൊരു ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവായി ഒരു യുവ നേതാവ് മാറുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ്, കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെ ക്യാമ്പയിന് വേണ്ടി പോകുന്ന, അങ്ങോട്ട് വിളിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. വളരെ വ്യക്തമാണ്, ഒരു പുതിയ നേതാവ് ഉയർന്നു വരികയാണ്. അത് ഷാഫിയുടെ കാര്യത്തിൽ മാത്രമാണോ അതോ ഒരു പുതുതലമുറ ഒന്നാകെ ഉയർന്നു വരികയാണോ എന്ന സംശയമാണ് എനിക്കുള്ളത്. അതെ, ഈ പുതുതലമുറ ഒന്നാകെ ഉയർന്നു വരിക എന്നുള്ള കാര്യം അവിടെ നിൽക്കുക തന്നെ. ഇപ്പോൾ ഷാഫിയുടെ കാര്യം സവിശേഷമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇലക്ഷൻ സിനാരിയോയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതൃനിരയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നടത്തിയ പ്രവർത്തനം, അദ്ദേഹം പല ഉപതെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ കോർഡിനേഷൻ, അതിൻ്റെ വിജയം, ആ നിലയ്ക്കുള്ളൊരു വലിയ സ്റ്റാർഡം ഒരു പക്ഷേ UDF കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നേതൃതലത്തിലെ പാരമ്പര്യം, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്, മുൻപ് AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, ഇവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഏറ്റവും ചെറുപ്രായത്തിൽ മന്ത്രിയായ ഒരാളാണ്. ഈ നിലയ്ക്കുള്ള വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് അദ്ദേഹമാണ്. ഒരുപക്ഷെ സതീശൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ ക്യാമ്പയിനെ നയിക്കാൻ പാകത്തിൽ നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ട ഒരാൾ. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. തൊട്ട് താഴെ ശശി തരൂരുണ്ടായിരുന്നു. ശശി തരൂരിന് അക്രോസ് കേരള ഒരു അട്രാക്ഷൻ യുവാക്കളുടെയും സ്ത്രീകളുടെയും കാര്യത്തിലുണ്ടായിരുന്നു. ഈ 4 പേര് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടായിരുന്നു കോൺഗ്രസിൽ മറ്റ് നേതാക്കൾ. ഇപ്പോൾ K മുരളീധരനെ പോലെ നേതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേതൃനിര അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഇവരെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് ഷാഫി ഒരു പാൻ കേരള സ്വഭാവത്തിൽ ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളൊരു ഫീലുണ്ടോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം രാജീവ്, ഈ എണ്ണി പറഞ്ഞ ലിസ്റ്റിൽ ഞാൻ സതീശനെ മാത്രം മാറ്റി നിർത്തും. ബാക്കി എല്ലാ നേതാക്കളും ഏറെക്കുറെ ഉടനെ തന്നെ റീപ്ലേസ് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് തിരശീലയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ഇപ്പോൾ മുരളീധരൻ ജയിച്ചാൽ കുറച്ചുകൂടി അദ്ദേഹം സ്റ്റേ ചെയ്യും. ചെന്നിത്തല ജയിച്ച്
മന്ത്രിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമായിരിക്കും. പക്ഷേ ഏറെക്കുറെ സതീശനൊഴികെയുള്ള ഈ പറഞ്ഞ ഇപ്പോൾ എ കെ ആൻ്റണി മാറിക്കഴിഞ്ഞു, ചെന്നിത്തല, മുരളീധരൻ, കെ സുധാകരൻ, ഈ നിരയിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഈ പറയുന്ന സതീശൻ ഒഴികെയുള്ള ഈ മുതിർന്ന നേതാക്കളുടെ, ചെന്നിത്തല പോലെയുള്ള നേതാക്കളുടെയൊക്കെ രാഷ്ട്രീയ പ്രതലം ഒന്ന് വേറെയും ഷാഫി പറമ്പിലിൻ്റേത് ഉൾപ്പെടെയുള്ള പുതിയ നേതാക്കളുടെ പ്രതലം മറ്റൊന്നുമാണ്. ഇതൊരു പേഴ്സണൽ ഡിവൈസിലാണ് ഇവരുടെ പ്രതലം, ഫോണിലാണ്, സോഷ്യൽ മീഡിയയിലാണ് ഈ പുതിയ നേതാക്കളുടെ രാഷ്ട്രീയ പ്രതലം. മറ്റത് ഗ്രൗണ്ടിലായിരുന്നു. ആ പ്രതലമാണ് യഥാർത്ഥത്തിൽ മാറുന്നത്. പുതിയ തലമുറയിലെ പുതിയ സങ്കേതമനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേതാക്കൾ അവരുടെ നേതൃത്വത്തിൻ്റെ വാലിഡേഷനെ കുറിച്ചേ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സതീശനെയോ ചെന്നിത്തലയോ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഷാഫി പറമ്പിൽ എത്തണമെങ്കിൽ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ആ തരത്തിലുള്ളൊരു നേതാവായി ഷാഫി എത്തിയിട്ടേ ഇല്ല. പക്ഷെ ജനങ്ങളുടെ സ്വീകാര്യതയിൽ ഈ സോഷ്യൽ മീഡിയ എമർജൻസിന് ശേഷം ഒരുപക്ഷെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നത് സോഷ്യൽ മീഡിയ വഴി നടപ്പാക്കപ്പെടുന്ന ഈ കാലഘട്ടം എത്തിയതിന് ശേഷമുള്ള നേതാക്കളുടെ എണ്ണം എടുത്താൽ അതിൽ ഈ പറയുന്ന നേതാക്കൾക്ക് ആർക്കും സ്ഥാനമില്ല. അതിൽ അവശേഷിക്കുന്നത് സതീശൻ മാത്രമാണ് യഥാർത്ഥത്തിൽ. സതീശൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് ഷാഫി പറമ്പിലും ആ ഒരു നിരയുമാണ്. ഷാഫി പറമ്പിലിനെ പോലെ തന്നെ അവിടെ മറ്റൊരു നിരയുണ്ട്, സെക്കൻഡറി ലെവലിലൊരു നിര അവിടെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നേതാക്കളുടെ മാറ്റമല്ല, രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തലമുറയുടെയോ മാറ്റം സംഭവിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ആയിരിക്കെ തന്നെ ഷാഫി പറമ്പിൻ്റെ കാര്യത്തിൽ വേറൊരു സവിശേഷത കൂടെ ഞാൻ കാണുന്നുണ്ട്. അതായത് ഇപ്പം ബഷീർ സൂചിപ്പിച്ച ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സും സോഷ്യൽ മീഡിയ പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം, അതിനെ സ്വീകരിക്കുന്ന ജനവിഭാഗങ്ങളിൽ വന്ന മാറ്റം, ഇതൊക്കെ അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഷാഫിയുടെ കാര്യത്തിൽ വേറൊരു സംഗതി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യത്തിൽ മാത്രമാണിത് പറയുന്നത്. കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ ഒരു നേതാവ്, ആ നേതാവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ആ നേതാവ് രൂപപ്പെടുന്ന ഒരു വൃന്ദം, ആ നേതാവ് കൂടെ നിൽക്കുന്ന ആളുകളെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ, ഇതൊക്കെ ഒരു നേതൃപദവിയിലേക്ക് എത്തുന്നതിന് വലിയ തോതിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഷാഫിയെ സംബന്ധിച്ച് അതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷാഫി ഇപ്പോൾ പാലക്കാട് ഷാഫിക്ക് കീഴിൽ അതുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതെ, ഷാഫിക്ക് കീഴിൽ അതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അതിന് ഷാഫി എടുക്കുന്ന ഒരു എഫർട്ടും ഉണ്ട്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആ എഫർട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഷാഫി പാലക്കാട് MLA ആയിരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുമ്പോൾ 3 വർഷം കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒഴിയുന്നു എന്ന് തീരുമാനിക്കുന്നു. ഒഴിയാൻ തീരുമാനിച്ച സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ഷാഫിക്ക് സാധിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും ഷാഫി രാഹുലിനെ തള്ളിപ്പറയാതെ, രാഹുലിനെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയാതെ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഷാഫിക്ക് അനുകൂലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കൂടെ നിൽക്കുന്ന ഒരാളെ തള്ളിപ്പറയില്ല, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ വന്നാൽ പോലും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു നിലപാടെടുക്കും എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം ക്രൈസിസിനെ ഷാഫി മറികടന്നു എന്നത് തന്നെ അദ്ദേഹം കോൺഗ്രസിനകത്ത് നെഗോഷിയേഷന് സാധ്യതയുള്ള മെച്ചേർഡായ ഒരാളായി കഴിഞ്ഞു എന്നതിന് സൂചനയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റഡ് ലെഫ്റ്റനന്റിനെ വെച്ച ഒരാൾക്ക് യഥാർത്ഥത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ പോലും ഷാഫി ചെയ്യുന്നത് കൂടെ നിന്ന ആളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നു. ഇത് കോൺഗ്രസ്സിലെ ഇതര ഫോളോവേഴ്സിനെ സംബന്ധിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു ലീഡർ അവിടെ ഉണ്ട് എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഷാഫി ഈ സ്റ്റാൻഡാണോ എടുക്കേണ്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ ആ സ്റ്റാൻഡ് അല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ വന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ആ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളത് കോൺഗ്രസ്സിലെ അണികളെ സംബന്ധിച്ച് ഈ നേതാവിൻ്റെ കൂടെ നിന്നാൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഭാഗത്തിൽ അയാൾ ഉണ്ടാകും എന്ന തോന്നൽ ജനിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫോളോവേഴ്സിനെ കോൺഗ്രസ്സിനകത്ത് ഷാഫിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിരിക്കും ഒരുപക്ഷെ ഈ ക്യാമ്പയിനിൽ
ഷാഫിക്ക് കിട്ടിയ അട്രാക്ഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഷാഫി ഒരു ഡിമാൻഡഡ് പേഴ്സണായി മാറി. ഏത് മണ്ഡലത്തിലും ഷാഫി ഒന്ന് വന്നു പോകണം എന്നുള്ള ഒരു തോന്നൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കുണ്ടായി, അവിടെ പ്രചരണം നടത്തിയ കോൺഗ്രസ് അണികൾക്കുണ്ടായി. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഷാഫി ഒരു ലീഡറാണ്. ആ ലീഡറെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരാൾ അവിടെ ഉണ്ടാവും എന്ന തോന്നൽ ജനിപ്പിക്കാൻ അത് കോൺഗ്രസിലെ ഒരു നേതാവ് അതിനു ചുറ്റും ഒരു ക്ലൗഡ് രൂപപ്പെടുക എന്ന മട്ടിലാണോ എന്ന് എനിക്കറിയില്ല. ഷാഫി പറമ്പിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഡ്യൂറബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനിയും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ആകെ എനിക്കതിൽ ബോധ്യം ഷാഫി ഇതിനകം തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഷാഫിക്ക് അസാധ്യമാം വിധത്തിൽ ജനങ്ങളെ സ്വരൂപിക്കാനുള്ള, ഗ്രൗണ്ടിൽ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യാനുള്ള, അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഷാഫി തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് വടകര ഇലക്ഷനോട് കൂടിയാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഷാഫിയുടെ ഈ പ്രചരണത്തിന് ഷാഫി അനിവാര്യനാണ്, അതല്ലെങ്കിൽ ജനക്കൂട്ടത്തെ ഇളക്കാൻ അദ്ദേഹം അനിവാര്യനാണ് എന്ന ഒരു പ്രതലം സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രമേ അത് പറയാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് പോലെ UDF പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രതലത്തിൽ അതിൻ്റെ ഒരു അനിഷേധ്യ നേതാവായി വരിക എന്നത് എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. ഒരുപാട് കടമ്പകൾ ഇനിയും കടന്നു പോകാനുണ്ടാകും. പക്ഷേ ആ വഴിയിലേക്കുള്ളൊരു നേതാവാണ് ഷാഫി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രാദേശികമായും സാമൂഹികമായും ഒക്കെയുള്ള കാരണങ്ങൾ കൂടിയുണ്ട് എന്നുകൂടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം ഡിനോമിനേഷനിൽ പെടുന്ന ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു പാൻ കേരള സ്വഭാവത്തിൽ എമർജ് ചെയ്ത് വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ആ ഒരു ഫാക്ടർ കൂടി ഷാഫിയെ സഹായിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ ഷാഫി പാലക്കാട് നിന്ന് വന്ന് വടകരയിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു ലീഡർ മാത്രമായിരുന്നു. പക്ഷേ ആ വിജയത്തിന് ശേഷം ഷാഫി കുറെ കൂടെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് ഷാഫി ഡെലിബറേറ്റായി ചേർന്ന് നിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ പിൻബലം ഒരു പക്ഷേ ഷാഫിക്ക് കേരളത്തിൻ്റെ ഒരു പാൻ കേരള ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വളരെ കാലത്തിന് ശേഷം ഒരു യുവാവ് കടന്നു വരുന്നു. അയാൾ വലിയ ട്രാക്ഷൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഇതിനെ മുസ്ലിം ഐഡൻറ്റിറ്റിയിലേക്ക് ചേർത്ത് വെക്കുന്നത് ഈ ഘട്ടത്തിൽ അത് ഷാഫി ഏതായാലും അത് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് ശരിയാണോ എന്ന കാര്യത്തിൽ നിന്നും, പക്ഷേ രാഷ്ട്രീയത്തിൽ അത് അങ്ങനെ ചേർത്ത് വെക്കപ്പെടും, സ്വാഭാവികമാണത്. കാരണം ഒരു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പിന്തുണയുമായാണ് ഒരു നേതാവ് എമർജ് ചെയ്ത് വരിക. ഷാഫി സ്വാഭാവികമായും മലബാറിൽ നിന്ന് ഉയർന്നു വരുന്ന മുസ്ലിം പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ആ പേരുള്ള ഒരു നേതാവ് എന്ന മട്ടിൽ അങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അതിനൊരു സാമുദായികമായ പിന്തുണ കൂടിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ സമുദായത്തിന് അപ്പുറത്തേക്കും അത് സ്പില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് മത്സരിക്കുമ്പോൾ ഷാഫിയുടെ പ്രധാനപ്പെട്ട ഷാഫിക്ക് പിന്തുണ കിട്ടിയ ഏരിയയിലൊന്ന് മുസ്ലിം ഏരിയയിൽ നിന്നായിരുന്നില്ല. അതിനപ്പുറത്തുള്ള അഗ്രഹാരങ്ങളിൽ നിന്നൊക്കെ ഷാഫിക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടി എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പറയുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം പേരുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിൽ സമീപകാലത്തുണ്ടായിരുന്നു. പക്ഷേ ആര്യാടൻ ഈ സ്വീകാര്യതയല്ല. ആര്യാടൻ ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന മട്ടിലുള്ള കോൺഗ്രസിനകത്തുള്ളൊരു സ്വീകാര്യതയായിരുന്നു. ഒരു ക്രൗഡ് പുള്ളറായിരുന്നില്ല. അതിനു മുമ്പ് ഇപ്പോൾ തലേക്കുന്നൽ ബഷീർ, അതല്ലെങ്കിൽ MM ഹസൻ, അങ്ങനെയുള്ള സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും ഈ വിധത്തിൽ ഉള്ള ക്രൗഡ് പുള്ളറായ ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഒരു നോട്ടത്തിൽ ബഷീർ പറഞ്ഞ ഇതുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് ഷാഫി മത്സരിച്ച് ജയിക്കുമ്പോൾ ഷാഫിക്ക് കിട്ടിയ പിന്തുണയിൽ ഒരു പക്ഷേ നോൺ മുസ്ലിം പിന്തുണ വലിയ തോതിലുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ഫാക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സാധനം നമ്മൾ ഈ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണുന്നുണ്ട്. ഇപ്പോൾ അടൂർ പോലൊരു മണ്ഡലത്തിൽ ഷാഫി നടത്തുന്ന റോഡ് ഷോയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുവെങ്കിൽ അവിടെ ഒരു കാരണവശാലും അത് മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടല്ല. അതൊരു കോൺഗ്രസ് ലീഡർ, ഒരു ക്രൗഡ് പുള്ളർ, കുറെ കൂടെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, കുറെ കൂടെ യുവാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള മട്ടിലുള്ള ഒരു സ്വീകാര്യതയാണ്. ഇപ്പോൾ അടൂരാണെങ്കിലും തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിലാണെങ്കിലും ഷാഫിക്ക് കിട്ടുന്ന സ്വീകാര്യത അതവിടെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഐഡൻറ്റിറ്റിയുമായി ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അതിനെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. ഷാഫിയുടെ കാര്യം അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് CPMൻ്റെയും LDFൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ എലക്ഷൻ തുടങ്ങുന്ന സമയത്ത് കാണാത്ത വിധത്തിൽ, അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയോ സി പി എമ്മിൻ്റെയോ കഴിഞ്ഞ കാല രാഷ്ട്രീയ യാത്രയിൽ ഒരിടത്തും സംഭവിക്കാത്ത വിധത്തിൽ ഒരു 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 എന്താ പറയുക, ഒരു വളരെ ക്രൂഷ്യലായ ഒരു ജങ്ക്ചറിൽ എം സ്വരാജ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിക്കുന്നു. രാഷ്ട്രീയമായ വിഷയങ്ങളോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നതിനേക്കാൾ ഗംഭീരമായ വിധത്തിലോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയാത്ത വിധത്തിലോ എം സ്വരാജ് പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ ഇത് കോൺഗ്രസിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ഒരു ഘട്ടത്തിൽ സി പി എമ്മിലും ഈ പറയുന്ന ലീഡർഷിപ്പ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സിനാരിയോ എമർജ് ചെയ്ത് വരികയാണോ എന്ന തോന്നൽ എം സ്വരാജ് അവിടെ ജനിപ്പിക്കുന്നുണ്ട്. കുറെ കൂടെ എം വി ഗോവിന്ദൻ സംസാരിക്കുന്നതിനേക്കാൾ ട്രാൻസ്പെറൻ്റായ വിധത്തിലോ കുറെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിലോ എം സ്വരാജ് കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ദൗർബല്യം വളരെ സ്ട്രോങ് ആയി എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ പിന്നെ തുടർ ദിവസങ്ങളിൽ വലിയ ചർച്ചയാക്കുന്ന വിധത്തിലേക്ക് മാറ്റാൻ എം സ്വരാജിന് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളൊരു സിനാരിയോ അവിടെയുണ്ട്. അപ്പോൾ ഷാഫി മാത്രമല്ല, ഇപ്പുറത്ത് എം സ്വരാജും ഒരു പൊട്ടൻഷ്യൽ. അതാ ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സങ്കേതം മാറി എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മുതിർന്ന നേതാക്കൾക്ക് പരിചയമുള്ളത് ഗ്രൗണ്ടിൽ പ്രസംഗിക്കുക, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുക, മാധ്യമപ്രവർത്തകരെ കോൺഫ്രണ്ട് ചെയ്യുക എന്നതാണ്. മാധ്യമപ്രവർത്തകരെ കോൺഫ്രണ്ട് ചെയ്യുന്നതിൽ ആ കോൺഫ്രണ്ടേഷൻ എന്ന വാക്ക് തന്നെയാണ് അതിന് ഇത്. കാരണം അവിടെ കാണുന്ന മാധ്യമപ്രവർത്തകരെ സൈലൻ്റ് ആക്കാനാണ് സാധാരണ ശ്രമിക്കുക. അപ്പോൾ എം വി ഗോവിന്ദൻ്റെയും മറ്റേ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെ കാര്യത്തിൽ, ഈവൻ പിണറായിയുടെ കാര്യത്തിൽ പോലും അതങ്ങനെയാണ്. തൊട്ടു മുമ്പിലുള്ള മാധ്യമപ്രവർത്തകനെ നിശബ്ദനാക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. എന്നാൽ പുതിയ സങ്കേതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് ആ മാധ്യമപ്രവർത്തന നിശബ്ദരാക്കലല്ല അവരുടെ അജണ്ട. അതുവഴി കേൾക്കുന്ന ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. ആർട്ടിക്കുലേഷനിലുള്ള വ്യത്യാസമാണത്. യഥാർത്ഥത്തിൽ സ്വരാജ് സമീപകാലത്ത് CPIM-ൽ നിന്ന് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ജനങ്ങളുമായി കണക്ട് ചെയ്യാൻ അസാധ്യമാം വിധം കഴിവുള്ള ഒരു നേതാവാണ്. ആ സ്വരാജിൻ്റെ സാന്നിധ്യത്തെ ഒരു ഇലക്ഷൻ്റെ മിഡിൽ വെച്ച് CPIM-ന് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന വിധത്തിൽ ആ സംവിധാനം പാളിയിരുന്നു എന്നാണ് അതിനർത്ഥം. 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വാ തുറക്കരുത് എന്ന് അണികൾ തന്നെ ആഗ്രഹിച്ചു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം. എം വി ഗോവിന്ദൻ മാഷും വിജയരാഘവനും സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മളോടൊക്കെ വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരൊന്ന് സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ട് വരികയും അവിടെ മറ്റൊരാൾ വളരെ കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾ, അതായത് മുന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ അല്ല, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുവഴി അത് കേൾക്കുന്ന ജനസമൂഹത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ബോധ്യമുള്ള പുതിയ കാലത്തിൻ്റെ സങ്കേതങ്ങൾ അറിയാവുന്ന പുതിയൊരു നേതാവ് എമേർജ് ചെയ്തു വരുന്നു. ഷാഫിയിൽ നിന്ന് സ്വരാജിനുള്ള വ്യത്യാസം, ഷാഫി കുറെ കൂടി സോഷ്യൽ മീഡിയ ഡ്രിവൺ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് പോലും പറയാം. സോഷ്യൽ മീഡിയയിൽ ഒരു വാക്വം ഉണ്ടാകുകയും അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു വാക്വം ഉണ്ടാവുകയും ആ വാക്വത്തിലേക്ക് ഒരു നേതാവ് എമർജ് ചെയ്ത് വന്ന് പ്രതിഷ്ഠിക്കപ്പെടുകയുമാണ് ചെയ്തത്. മറ്റത് ഒരാൾ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ ഉയർന്നു വരികയും രാഷ്ട്രീയമായി മെച്ചേർഡ് ആവുകയും ആ രാഷ്ട്രീയമായ മെച്യൂരിറ്റിയെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന വ്യത്യാസം അതുണ്ട്. രണ്ടും രണ്ടാണ്, രണ്ടും രണ്ട് രീതിയിൽ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ബഷീർ പറഞ്ഞതിനകത്ത് ഒരു തുടർച്ച പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എം സ്വരാജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാബറി മസ്ജിദ് കേസിൽ വിധി വരുമ്പോൾ ഇക്കാലത്ത് നിഷ്കളങ്കരായ മനുഷ്യരെ നിങ്ങൾ ഇതിലപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ മാത്രമുള്ള പലസ്തീൻ ഇഷ്യൂ വരുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവും ഇല്ലാതെ സംസാരിക്കുന്ന നേതാവാണ് സ്വരാജ്. പലസ്തീൻ ഇഷ്യൂ മാത്രമല്ല, ഇപ്പോൾ പെഹൽഗാമിന് ശേഷം ഇന്ത്യ പാക് സംഘർഷമുണ്ടാകുന്ന ഘട്ടത്തിൽ പോലും യുദ്ധത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടെ കേരളത്തിൽ ഒരു നേതാവും സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ച ഒരാളാണ് എം സ്വരാജ്. വളരെ ക്ലാരിറ്റിയോടുകൂടെ യുദ്ധം ആര് തമ്മിൽ ചെയ്താലും അത് ദുരന്തമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ച ആ പൊളിറ്റിക്കൽ ബോധ്യം എം സ്വരാജിന് അവിടെ ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ബോധ്യത്തിനെ കുറെ കൂടെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ മത്സരത്തിൻ്റെ ഇടയിൽ വെച്ച് CPM തീരുമാനിക്കുന്നു എങ്കിൽ CPM-ൻ്റെ ഒരു ലീഡർഷിപ്പ് ഡിഫൈൻ ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഭാവി ലീഡർഷിപ്പിലേക്ക് അവരൊരു
ഒരാളെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ CPM-നെ എടുത്താലും LDF-നെ എടുത്താലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഒരിക്കൽ പോലും ഈ വിധത്തിലൊരു കൗതുകം അല്ലെങ്കിൽ ഈ വിധത്തിലൊരു ട്വിസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ പാർട്ടി സെക്രട്ടറി സംസാരിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന നേതാവ് സംസാരിക്കും, അല്ലെങ്കിൽ LDF-ൻ്റെ കൺവീനർ സംസാരിക്കും. അതിനപ്പുറത്ത് വേറെ ആരും അങ്ങനെ വളരെ ടാക്റ്റിക്കലായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പ്ലേസ് ചെയ്യപ്പെടുന്നൊരു കാഴ്ച നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ സ്വരാജിൻ്റെ കാര്യത്തിൽ അതുണ്ടായിരിക്കുന്നു. ദാറ്റ് മീൻസ് CPM-ൻ്റെ ഭാവി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ നമ്മൾ പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്കതിനോടൊരു കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ ഒരു വിയോജിപ്പുള്ളത്, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഇനി അവോയ്ഡബിൾ അല്ല. ഇനിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നേതൃത്വത്തെ ഫിക്സ് ചെയ്യുക എന്നത് പോസിബിൾ അല്ല. അസാധ്യമാം വിധത്തിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സ്വരാജിൻ്റെ കാര്യത്തിൽ കുറേ കൂടി ട്രിക്കി ആയിട്ടുള്ളൊരു പാർട്ടിയാണ് CPIM. സ്വരാജിന് ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് സ്വരാജ് എത്തുമോ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യം ഒന്നും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ഓപ്ഷൻ, ഈ മാതിരി ഒരു രാഷ്ട്രീയ ക്രൈസിസിൽ ആ മുന്നണിയും ആ പാർട്ടിയും എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഓപ്ഷൻസ് ഉണ്ട് എന്നതിന് തെളിവായി സ്വരാജിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ഘട്ടത്തിലെ അത്രയേ പറയാൻ ആയിട്ടുള്ളൂ എന്നാണ് CPIM-ൻ്റെ ഒരു സംഘടനാ രീതി വെച്ച് നമുക്ക് അത്രയേ അത് പറയാൻ പറ്റൂ ഈ ഘട്ടത്തിൽ. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ച് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സംഘടനാ ശേഷിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി ഡിസിപ്ലിനെ കുറിച്ചോ ആർക്കും പ്രത്യേകിച്ച് തർക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഒരു പക്ഷേ വിരുദ്ധാഭിപ്രായങ്ങളുണ്ടാവും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലെ ചില പ്രകടനങ്ങളെക്കുറിച്ച് പോലും വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ G. സുധാകരൻ പറഞ്ഞ അഭിപ്രായം അതിനകത്ത് വളരെ ഒബ്വിയസ് ആയ നമ്മുടെ മുമ്പിലുണ്ട്. സ്വരാജിനെ സംബന്ധിച്ച് പക്ഷേ അവിടെ അതില്ല. സ്വരാജ് കുറേ കൂടെ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായി, എന്നാൽ ആരെയും പരാതിക്കിടവരുത്താത്ത വിധത്തിൽ പറഞ്ഞു പോകുന്ന ഒരാളാണ് എന്ന പ്രതീതി ജനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ CPM-നെ സംബന്ധിച്ച് ഈ എലക്ഷൻ അവർ LDF പരാജയപ്പെടുകയാണെങ്കിൽ വരാനിരിക്കുന്ന വിമർശനങ്ങളുടെ മുമ്പിൽ അവർക്ക് വയ്ക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ M. സ്വരാജാണ് എന്ന തോന്നലുണ്ടോ? സ്വരാജിൻ്റെ കാര്യത്തിലുള്ള ഒരു അധിക സാധ്യത എന്ന് പറയുന്നത് മറ്റ് നേതാക്കൾക്ക്, ഇപ്പോൾ ഈ പരാമർശിക്കപ്പെടുന്ന വിജയരാഘവനാണെങ്കിലും ഗോവിന്ദമാഷാണെങ്കിലും ആ നേതാക്കൾ റെസ്പോൺസീവ് ലാംഗ്വേജാണ്. അപ്പോൾ മുന്നിൽ വരുന്ന ചോദ്യത്തെ നേരിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്ന ഒരു രീതിയാണ് അവരവലംബിക്കുക. സ്വരാജിനെ സംബന്ധിച്ച് പ്രീമെഡിറ്റേറ്റഡ് ആയ ലാംഗ്വേജാണ്, മുൻകൂട്ടി സ്വരാജ് തീരുമാനിച്ച ലാംഗ്വേജാണ്. ഇന്ന ഒരു പൊളിറ്റിക്കൽ പ്രശ്നം വന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സ്വരാജിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് അത് പ്രീസെറ്റാണ്. സ്വരാജിന് ആ രാഷ്ട്രീയവും പ്രതികരണവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. മറ്റ് രണ്ടു പേർക്കും ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതായത് വിജയരാഘവൻ്റെ കാര്യത്തിലും ഗോവിന്ദമാഷിൻ്റെ കാര്യത്തിലും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഐഡിയോളജിയും വേറെയും പ്രതികരണം ഉൽപ്പാദിപ്പിക്കുന്ന പൊളിറ്റിക്സ് മറ്റൊന്നും ആയിത്തീരുന്ന വിധത്തിലായി. സ്വരാജിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നത്, അത് ലാംഗ്വേജിൽ ഭാഷയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഗ്രിപ്പ് കൂടി ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ഒരു സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുതിയ കാലത്ത്. ഇപ്പോൾ വിജയരാഘവൻ്റെ കാര്യത്തിലോ MV ഗോവിന്ദൻ്റെ കാര്യത്തിലോ നമുക്കത് അത്രത്തോളം എൻഷുർ ചെയ്യാൻ പറ്റില്ല CPM-നെ സംബന്ധിച്ച്. പക്ഷേ സ്വരാജിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അത് കുറേ കൂടെ എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിനാരിയോ അവിടെയുണ്ട്. അത് കുറേ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളൊരു ഒരു ബോധ്യം, ആ ബോധ്യത്തോടു കൂടിയാണ് സ്വരാജ് പലപ്പോഴും സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രൈസിസ് അവിടെ CPM-ന് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ CPM-ന് ഉറപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയത്തോടുള്ള അപ്രോച്ചിൽ സ്വരാജിൻ്റെ കാര്യത്തിൽ സ്വരാജ് ഇപ്പോൾ ഈ പറയുന്ന മത്സരങ്ങൾ അത്രയും, തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിത്വം, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം, ഇതെല്ലാം എൻ്റെ ഒരു അറിവനുസരിച്ച് സ്വരാജിന് മേൽ പാർട്ടി സമ്മർദ്ദം ചെലുത്തി അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ്. മത്സരങ്ങളോട്, പാർലമെൻ്ററി മത്സരങ്ങളോട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെയുള്ള മത്സരങ്ങളോട് പൊതുവെ വിമുഖനാണ് സ്വരാജ്. എനിക്ക് മത്സരിക്കണമെന്നില്ല എന്ന നിലപാടെടുത്ത് പോകുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിലോ മറ്റോ ആണ് മറിച്ചുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ അറിവ്. എനിവേ, ഇതുകൂടി, അതായത് രാഷ്ട്രീയത്തോടുള്ള വ്യക്തിഗതമായൊരു ആർത്തിയുടെ പ്രതികരണമല്ല അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തോന്നുന്ന വിധത്തിൽ കുറേ കൂടി ഐഡിയോളജിക്കലാണ് സ്വരാജ് എന്നതാണ്
ഈ സ്വീകാര്യതയ്ക്ക് കാരണം. അതിനേക്കാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കുറേ കൂടി പ്രത്യയശാസ്ത്രപരമായി സൗണ്ടായ നേതൃരൂപങ്ങൾ ആവശ്യമുണ്ട് എന്നൊരു സിനാരിയോ നിലനിൽക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടി പ്രതിഫലനമാണ് സ്വരാജിലേക്ക് വരുന്ന ഈ ഫോക്കസ്. ഇത് നമ്മൾ പറയുമ്പോൾ രണ്ട് മുന്നണികളുടെ കാര്യവും അതിൽ വന്ന ലീഡർഷിപ്പിൻ്റെ ഒരു ഷിഫ്റ്റിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് ഇത് BJPയിലും ഒരു പരിധി വരെ സംഭവിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിലും സംഭവിക്കുന്നു. മുസ്ലിം ലീഗിലും സംഭവിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പോലും അതിൻ്റെ വളരെ പ്രകടമായ ഉദാഹരണമായിരുന്നു. നമ്മളൊരിക്കലും ഫൈസൽ ബാബു കോഴിക്കോട് സൗത്തിൽ വന്ന് മത്സരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഫാത്തിമ തേലിയ പേരാമ്പ്രയിൽ മത്സരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. പേരിനൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായെങ്കിൽ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് മുസ്ലിം ലീഗിൽ ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെ അവർ പ്ലേസ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതും ഫാത്തിമ തെഹ്ലിയ മുൻകാലത്തിൽ ലീഗ് ലീഡർഷിപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ അവരെ പ്ലേസ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെയും ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു പുതിയ നിരയെക്കുറിച്ചുള്ള ചിന്ത അവിടെ ഉണ്ടാകുന്നു. BJPയിലും NDAയിലും അതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ തീവ്രവും സമൂഹത്തെ ഹിറ്റ് ചെയ്യുന്നതുമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുക, കെ സുരേന്ദ്രൻ ഒരു പാൻ കേരള ഫിഗറായിട്ട് ചിത്രത്തിലേ ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തിയ ആളാണ്. വി മുരളീധരൻ നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. കഴക്കൂട്ടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഫിഗർ മാത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹം പാൻ കേരള ഫിഗറായിട്ട് എവിടെയും ഉണ്ടായിരുന്നില്ല. മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മൻ രാജശേഖരൻ, അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിത്വം പോലും ഉറപ്പിക്കപ്പെട്ടത്. അദ്ദേഹം ആറന്മുളയിൽ മാത്രം മത്സരിക്കുന്നു, അവിടെ മാത്രമുള്ളൊരു പ്രസൻസായി അവശേഷിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ പോലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, പുതിയ മുഖം, മാറ്റം. അത് പക്ഷേ ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ വിന്നബിളായി എന്ന് അവർ കണക്കാക്കുന്ന മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതുകൊണ്ടാവണം. പക്ഷേ എങ്കിൽ പോലും ഇപ്പം കെ സുരേന്ദ്രൻ്റെ കാര്യം, കെ സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരേ സമയം മത്സരിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറന്ന് നടന്ന് മത്സരിക്കുന്നതിനോടൊപ്പം മീഡിയയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എല്ലാ വിഷയങ്ങളോടും, അതാത് സമയത്തുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളോടും യുക്തിഭദ്രമായോ അല്ലാതെയോ പ്രതികരിച്ചിരുന്നു. മിക്കവാറും ഒക്കെ യുക്തിഭദ്രമല്ലാതെയാണ് പ്രതികരിച്ചിരുന്നത്. അവർക്ക് BJPയുടെ ഒരു പൊളിറ്റിക്സ് വെച്ച് അതേ സാധ്യമാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പാൻ കേരള പ്രസൻസ് ഉണ്ടാക്കിയ ഒരു BJP നേതാവ് ഈ കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അതേസമയം പുതിയ കുറേ ചെറുപ്പക്കാർ എലക്ഷൻ മുൻനിർത്തിയാണെങ്കിൽ പോലും മുന്നോട്ട് വന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ തിരുവല്ലയിൽ അനൂപ് ആൻ്റണി, നമ്മൾ കേരളത്തിൽ പാൻ കേരള അടിസ്ഥാനത്തിൽ അനൂപ് ആൻ്റണി ഒരു പ്രസൻസിനെ കുറിച്ച് നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും തിരുവല്ലയിൽ മത്സരിക്കുന്ന ഒരു പുതിയ കാൻഡിഡേറ്റ് വലിയ മത്സരം ഉണ്ടാക്കുന്നു എന്നുള്ള ഫീൽ അവിടെ ഉണ്ടാക്കുന്നു. അതുപോലെ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ സംസാരിക്കുന്നത്, കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്ന റെനീഷ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഒരുപക്ഷെ വിജയിച്ചേക്കാം എന്ന പ്രതീക്ഷ പോലും ഉണ്ടാക്കാൻ പാകത്തിലേക്ക് അയാൾ ഒരു പ്രസൻസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു പുതിയ നിര അവിടെയും ഉണ്ടാവുന്നുണ്ട്, ലീഗിലുണ്ടാവുന്നു, BJPയിലുണ്ടാവുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് പുതിയൊരു എമർജൻസ് എല്ലാ രംഗത്തും ഉണ്ടാവുന്നു എന്നാണ്. നേതാക്കൾ എമേർജ് ചെയ്ത് വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ തലമുറ തന്നെ മാറി വരുന്നു. ചില ഒറ്റപ്പെട്ട നേതാക്കൾ എമേർജ് ചെയ്ത് വരികയല്ല, പുതിയ തലമുറയിലെ നേതാക്കൾ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് അത് കൈയടക്കാൻ വരുന്നു. അവരവരുടെ ഭാഗധേയം ചോദിച്ചു വാങ്ങി വരുന്നു എന്നാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ്. റൈറ്റ്. അതിന് ഈ പുതിയ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ, പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, റീലുകൾ, അതിനെ ഉപയോഗിക്കുന്ന രീതി, അതുവഴി അതിനോടുള്ളൊരു ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സന്നദ്ധത, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പഴയ ആളുകളോടല്ല, പഴയ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ പരമ്പരാഗത സമ്പ്രദായം ഉണ്ടായിരിക്കെ തന്നെ പുതിയ ആളുകളോടാണ് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന തോന്നൽ, അതിന് പാകത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ആ ഭാഗത്തേക്ക് പുതിയ ആളുകൾ എത്തുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ നേതൃനിരയിൽ നിന്ന് പഴയ ശബ്ദങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതാവുകയും ഈ പുതിയ ശബ്ദങ്ങൾ രാഷ്ട്രീയ കേരളത്തെ നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പു നൽകുന്നുണ്ട്. അതാണ് നമ്മൾ പൊതുവായി അക്രോസ് ദി പാർട്ടീസ് കാണേണ്ട കാഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്രോസ് ദി പാർട്ടീസ് അത് കാണുമ്പോൾ പോലും കൃത്യമായ പൊളിറ്റിക്കൽ ബോധ്യത്തോടുകൂടെ സംസാരിക്കുന്ന ആളുകൾ നേതൃനിരയിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഷാഫിയുടെയോ സ്വരാജിൻ്റെയോ കാര്യത്തിൽ സംഭവിക്കുന്നത് പോലെ ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ പ്രതികരിക്കുന്നുണ്ട് ബാക്കി ആളുകൾ. അത് ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും
അവരുടെ നേതാക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ രീതി തന്നെ വ്യത്യസ്തമാണ്. കോൺഗ്രസ്സിൽ ഷാഫി രൂപപ്പെടുന്നത് പോലെ ആയിരിക്കില്ല CPIM-നകത്ത് സ്വരാജ് രൂപപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അത്. അതായത് അവിടെ ഒരു ഐഡിയോളജിക്കലി പൊളിറ്റിക്കലി ഒരാൾ സ്റ്റേബിൾ ആയതിന് ശേഷം അയാൾ ഇൻഡക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ CPIM-ൽ. മറ്റിടത്ത് അങ്ങനെ ആവണമെന്നില്ല. മറ്റിടത്ത് ഐഡിയോളജിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധ്യം എന്നതൊക്കെ പിന്നീട് സംഭവിക്കും. നേതാവ് ആദ്യം രൂപപ്പെട്ടേക്കും. അത് ഷാഫിയുടെ കാര്യത്തിൽ എനിക്ക് ആ സംശയം ഇപ്പോഴുമുണ്ട്. ഷാഫി എന്ന വ്യക്തി ഒരു നേതാവ് എന്ന നിലയിൽ രൂപപ്പെട്ട് കഴിഞ്ഞോ, അതോ ഒരു നേതാവിന് ആവശ്യമുള്ള കോൺഗ്രസ് പാർട്ടി ഒരാളെ കണ്ടെത്തി അയാളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. റൈറ്റ്. മറ്റ് പാർട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അത്രത്തോളം പോലും പറയാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ലീഗ് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടിയുള്ള ലീഡർഷിപ്പിൻ്റെ ചേഞ്ചിൻ്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം PK ഫിറോസിനെ വീണ്ടും മത്സരിപ്പിക്കുന്നു, ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നു, ഫൈസൽ ബാബു മത്സരിക്കുന്നു, KM ഷാജിക്ക് വളരെ ഷുവറായിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റ് അവിടെ കൊടുക്കുന്നു. പഴയ ലീഡർഷിപ്പിലുള്ള കുറേ ആളുകളെ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ പരിചയമുള്ള ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഡെഫിനറ്റ്ലി അദ്ദേഹം തന്നെയായിരിക്കും ആ ലീഡർഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾ. അദ്ദേഹം അവിടെ ഉണ്ട്. എന്നാൽ ആ ജനറേഷൻ്റെ ഭാഗമായി നിന്ന് കുറേ ആളുകളെ ഒഴിവാക്കാൻ കുഞ്ഞാലിക്കുട്ടി ഒഴികെ ഏതാണ്ട് എല്ലാവരും അപ്രത്യക്ഷമായിക്കൊണ്ട് ടി മുഹമ്മദ് ബഷീർ, MK മുനീർ തുടങ്ങി ആ ഒരു നിര തന്നെ പിറകോട്ട് മാറുകയും പുതിയ നിര കടന്നു വരികയും ചെയ്യണം. അപ്പോൾ അവിടെ ആ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പുറത്ത് പുതിയ നേതാക്കൾ, പുതിയ യങ് ഫേസസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ബോധ്യം എത്രത്തോളമാണ് എന്ന സന്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പുതിയൊരു നേതൃനിരയുടെ പ്രസൻസിലേക്ക്, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടോ എന്ന സംശയം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ വോട്ടെണ്ണലിന് ശേഷമായിരിക്കും ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കണക്കെടുപ്പുകൾക്ക് ശേഷം പുതിയ നേതൃനിരയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഓരോ പാർട്ടിയും നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ, M സ്വരാജ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ ലീഗിലെ പുതിയ നേതൃനിരയാണെങ്കിലും NDAയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരിക്കുന്ന പുതിയ പേരുകളാണെങ്കിലും ഒക്കെ പരിശോധിക്കപ്പെടുകയും ഒരു പക്ഷേ നേതൃനിരയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും എന്ന് നമ്മൾ കാണേണ്ടി വരും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.